എല്ലാവർക്കും കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റവയും കൊണ്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പോൾ നമ്മുടെ ഇതിന് പിസയുടെ ഒരു ടേസ്റ്റ് ആണുള്ളത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ്. അപ്പോൾ വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല, ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ റവയുടെ വേറെയും കുറേ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസ്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി പോയി ഒന്ന് കാണണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഇത് നമുക്ക് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട, കുറച്ചൊന്ന് കുറുകിയ രീതിയിലാണ് ഇതിരിക്കേണ്ടത്. പിന്നീട് നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആവശ്യമനുസരിച്ച് പിന്നീട് വേണമെങ്കിലും വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ക്യാപ്സിക്കാണ് ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/3 കപ്പോളം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഒന്ന് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/3 കപ്പോളം സവോളയും കൂടെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂണോളം പിസ്സ സോസാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് അതുപോലെ തയ്യാറാക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒറിഗാനോയാണ്. അപ്പോൾ പിസ്സയുടെ നല്ലൊരു ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ ഈ ഒറിഗാനോ എന്തായാലും ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല, വഴറ്റേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ ഇതിലേക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിസ്സ സോസിൽ ഓൾറെഡി കുറച്ച് എരിവുണ്ടാകും, അത് നോക്കിയിട്ട് വേണം അപ്പോൾ ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് സോസേജും കൂടി ഒന്ന് വറുത്ത് ചേർക്കുന്നുണ്ട്. ഈ സോസേജിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സോസേജ് ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പകരം വേണമെങ്കിൽ ചിക്കൻ വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലെങ്കിലും നേരത്തെ ആ മിക്സ് മാത്രം ചേർത്താലും മതിയാകും. അത് അവരവരുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് കളറ് മാറുന്നിടം വരെ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റണം. ഇപ്പോൾ നമ്മുടെ ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കണം. അപ്പോൾ ഒത്തിരി ലൂസാവാനും പാടില്ല, ഒത്തിരി കുറുകിയിരിക്കാനും പാടില്ല. ആ ഒരു രീതിയിലാണ് ഇതിലേക്ക് വെള്ളം വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി നമ്മുടെ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ചെറുതാക്കി ഒന്ന് പരത്തി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. ഒത്തിരി ഫില്ലിങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം ഭയങ്കര കട്ടിയിലിരിക്കും. അപ്പോൾ ഒത്തിരി ഫില്ലിങ് വേണ്ട, 1.5 സ്പൂണോളം അല്ലെങ്കിൽ 1-2 സ്പൂണോളം മതിയാകും. അത് നന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചെണ്ണം ഞാൻ സോസേജ് ഇല്ലാതെയും കുറച്ചെണ്ണം ഞാൻ സോസേജ് ഇട്ടിട്ടും ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചീസ് നല്ലപോലെ ഇട്ടാൽ മാത്രമാണ് നമ്മുടെ ഇത് നന്നായിട്ട് വലിഞ്ഞു വരുള്ളൂ. ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇത് നന്നായിട്ട് വലിഞ്ഞു വരത്തൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാനിവിടെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മാവ് ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി മാവ് ഒഴിക്കേണ്ട, ഇതൊന്ന് കവറാവുന്ന രീതിയിൽ മാത്രം കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാനായിട്ട്. അപ്പോൾ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം.
ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും തയ്യാറാക്കി എടുക്കുക. ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്യുക. പിന്നെ നമ്മുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ സോസേജും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് വെച്ചിട്ട് നമുക്ക് വീണ്ടും കുറച്ച് മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചിക്കൻ ചേർക്കുകയാണെങ്കിൽ അതൊന്ന് നന്നായിട്ട് ഒന്ന് പിച്ചിയിട്ടതിന് ശേഷം വേണം കേട്ടോ ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ അപ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ വീർത്ത് പൊങ്ങിയിരിക്കുവേ. അപ്പോൾ അപ്പം എല്ലാം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ അപ്പം കഴിക്കാനായിട്ട്. പിസ്സയുടെ ഒരു ടേസ്റ്റാണ്. ഇതാ ഈ ഭാഗവും കണ്ടോ നന്നായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ മുറിച്ചും കൂടെ കാണിക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ പിസ്സ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അപ്പം ഇഷ്ടപ്പെടും. കാണാനും നല്ല ഭംഗിയാണ്, നല്ല കളർഫുള്ളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.